എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ 2002 നവംബർ മാസം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു സമരം പ്രഖ്യാപിച്ചു. സെക്രട്ടറിന് മുന്നിൽ അന്ന് സമരം നിരോധിച്ച സമയമായി. അന്ന് ആദിവാസികളുടെ സമരത്തെ തുടർന്ന് സെക്രട്ടറിന് മുന്നിൽ ആൻ്റണി സർക്കാർ സമരം നിരോധിച്ചു. ഞങ്ങൾ സെക്രട്ടറിന് മുന്നിൽ സമരം നടത്താൻ തീരുമാനിച്ചു. 24 മണിക്കൂർ സത്യാഗ്രഹം. ഞാൻ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, ബിജു പ്രസിഡൻ്റാണ്, PK ബിജു. അപ്പോൾ അന്ന് വൈകിട്ട് 4 മണി മുതൽ പിറ്റേ ദിവസം വൈകിട്ട് വരെയാണ് സമരം. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായ സഖാ VS-നെയാണ്. അപ്പോൾ സഖാ VS വന്നു, ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ VS ഉദ്ഘാടനം ചെയ്ത് പോയപ്പോൾ പോലീസ് അവിടെ എത്തി ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ സമര നിരോധിത മേഖലയാണ്, സെക്രട്ടറി മുന്നിൽ സമരം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സമരം സത്യാഗ്രഹ സമരമാണ്, ഞങ്ങൾ സമാധാനപരമായി ഇവിടെ ഇരുന്ന് സമരം ചെയ്തതിന് വിലക്കുന്നത് ശരിയല്ല. എന്നാൽ കൂടുതൽ പോലീസ് എത്തി ഞങ്ങളെ വളഞ്ഞു. 100 കണക്കിന് പോലീസുകാർ. കമ്മീഷണർ ലാത്തിചാർജ് ഉത്തരവിട്ടു. ഭീകരമായ ലാത്തിചാർജ് തുടങ്ങി. ആ സമയത്ത് പാർട്ടി നേതാക്കൾ അറിഞ്ഞു. കോടിയേരിയും സഖാവ് EP-യും ഐസക്കും അവിടെ എത്തി. അല്പസമയത്തിനകം ഈ വാർത്ത അറിഞ്ഞ് VS-ഉം അവിടെ എത്തി. VS പ്രഖ്യാപിച്ചു, വിദ്യാർത്ഥികൾക്ക് ഇവിടെ സത്യാഗ്രഹ സമരം നടത്താൻ അവകാശമില്ലെങ്കിൽ ആ അവകാശം നേടിയിടും. അതിനുവേണ്ടി ഞാനിവിടെ ഇരിക്കുകയാണ്. അങ്ങനെ 24 മണിക്കൂർ സമയം സെക്രട്ടറിന് മുന്നിൽ സഖാ VS ഞങ്ങളോടൊപ്പം ഇരുന്നു. ഈ VS അവിടെ തന്നെ കിടന്നു. കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ അതൊരു വലിയൊരു സംഭവമായി. ഇന്നിപ്പോൾ സെക്രട്ടറിന് മുന്നിൽ അതോടുകൂടി ആ സമര നിരോധനം എന്നേക്കുമായി ഇല്ലാതെ